വണ്ടി അപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ ഭാര്യ മരണപ്പെടില്ലായിരുന്നു. വണ്ടി ഇടിച്ചിട്ടിട്ട് ആ വണ്ടി തിരിച്ച് റിവേഴ്സ് കയറ്റിയാണ് കൊല്ലുന്നത്. സ്വന്തം ഭാര്യ നടുറോട്ടിൽ തൻ്റെ മുമ്പിൽ ചതഞ്ഞരയുന്നത് കണ്ടൊരു ഭർത്താവിൻ്റെ അവസ്ഥ, അമ്മയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ, ഇവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി ഏതറ്റവും ഞങ്ങൾ പോരാടും. വണ്ടി ബാക്കിലോട്ട് എടുത്തപ്പോഴാണ് സംഭവിച്ചത്. ഈ പറയുന്ന പ്രതികളെ നാട്ടുകാർ പിടിച്ച് കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത്, പിറകെ പോയി പിടിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് അടുത്ത ദിവസം തന്നെ മറ്റു കാര്യങ്ങൾ പ്രോപ്പർ അന്വേഷണം ഒന്നും നടത്താതെ അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കിളിമാനൂരിൽ ബൈക്ക് യാത്രികരായ ദമ്പതികളെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ മഹീന്ദ്ര താർ കാറിലെ യാത്രക്കാരെ പോലീസ് സംരക്ഷിക്കുന്നതായി പരാതി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ഉണ്ടായിട്ടും തെളിവുകൾ നിങ്ങൾ തന്നെ കൊണ്ടുവരൂ എന്ന വിചിത്രമായ നിലപാടാണ് കിളിമാനൂർ പോലീസ് സ്വീകരിക്കുന്നതെന്ന് ബന്ധുക്കൾ വിസ്മയ ന്യൂസിനോട് പറഞ്ഞു. ചെന്നപ്പോൾ വനിത പോലീസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കയറി കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ല, അതൊന്നുമില്ല. അപ്പോൾ ബാക്കിലൊരാളിരുന്ന ആളിൻ്റെയൊക്കെ പറഞ്ഞു. അതിൽ വെച്ച് SIയോടൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ SIയോടൊക്കെ കയറി സംസാരിക്കാൻ വന്നു. SIയോടൊക്കെ ചെന്നപ്പോൾ നിങ്ങൾ എന്തിനു വന്നു? അങ്ങനെ പറഞ്ഞു, എൻ്റെ അനിയത്തിയാണ് മരിച്ചു പോയത്, ഇതുപോലെ ഒരു പോലീസ് അന്വേഷണം വന്നിട്ടില്ല, നിങ്ങൾ ആശുപത്രിയിലും വന്നിട്ടില്ല, വീട്ടിൽ, അത് നമുക്ക് വീട്ടിൽ വരേണ്ട കാര്യമില്ല. പ്രതിക്ക് നമ്മൾ നോട്ടീസ് ഇട്ടിരിക്കുകയാണ്, നോട്ടീസ് ഇട്ട് പിടിക്കാനേ പറ്റുള്ളൂ, ജീപ്പ് കൂടെ കൊണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രതിയെ പിടിച്ച് നാട്ടുകാർ കൊണ്ടു തന്നതല്ലേന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞ്, പ്രതിയെന്നും പറഞ്ഞ് ആരെങ്കിലും പിടിച്ച് 2 ഇടിയും കൊടുത്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ പ്രതിയാക്കാൻ എനിക്ക് അന്വേഷിക്കാതെ പ്രതിയാക്കാൻ പറ്റുമെന്ന്. ഞാൻ ആരെന്നും പറഞ്ഞ് പ്രതിയാക്കണം, അവർ ഇടിയും കൊടുത്ത് ആർക്ക് വേണമെങ്കിലും 2 പേരെ പിടിച്ചുകൂടെ കൊണ്ടുവരാം, 1-2 പേരെ പിടിച്ചു കൊണ്ടുവരാം. അതുപോലെ ഒരാളിനെ കൊണ്ടുവന്ന് തെളിവില്ലാതെ ഞാൻ ഇങ്ങനെ ആക്ഷൻ എടുക്കുമെന്ന് ചോദിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കിളിമാനൂർ നാടിനെ നടുക്കിയ അപകടം നടന്നത്. കുമ്മിൾ പുതുക്കോട് സ്വദേശികളായിട്ടുള്ള രഞ്ജിത്തും ഭാര്യ അംബികയും സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനത്തിൽ അമിത വേഗതയിലെത്തിയ മഹീന്ദ്ര താർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ഇരുവരെയും തിരിഞ്ഞു നോക്കാതെ വാഹനം നിർത്താതെ ഓടിച്ചുപോയി. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അംബിക 2 ദിവസം മുൻപ് മരണത്തിന് കീഴടങ്ങി. പെയിന്റിംഗ് തൊഴിലാളിയായ രഞ്ജിത്ത് ഇപ്പോഴും പരിക്കുകളോടെ ചികിത്സയിലാണ്. ഞാനും വൈഫും കൂടി കഴിഞ്ഞ ഞായറാഴ്ച വഞ്ചൂരിൽ നിന്ന് വരുന്ന വഴി പാപ്പാലെത്തുന്ന മുമ്പ് പോയി മഹീന്ദ്ര താർ വന്ന് ബാക്കിൽ അശ്രദ്ധമായി വന്ന് ഇടിക്കുകയും ഇടിയുടെ ആഘാതത്തിൽ ഞാനും എൻ്റെ ഭാര്യ അംബികയും റോഡിൽ വീഴുകയും ചെയ്തു. റോഡിനടിയിലായത് ഞാൻ വണ്ടി നിർത്താതെ റേസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കൈതട്ടി വണ്ടി നിർത്താൻ ആവശ്യപ്പെടുകയും ഇവരത് ശ്രദ്ധിക്കാതെ വണ്ടി ബാക്കിലേക്ക് റേസ് ചെയ്തെടുക്കുകയും എൻ്റെ ഭാര്യയുടെ മുകളിൽ കയറി പോവുകയാണ് ചെയ്തത്. വണ്ടി അപ്പോൾ നിർത്തിയിരുന്നെങ്കിൽ ഭാര്യ മരണപ്പെടില്ലായിരുന്നു. 1.5 വയസ്സും 6 വയസ്സും പ്രായമുള്ള 2 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവരുടെ വിയോഗത്തോടെ അനാഥരായത്. അപകടം നടക്കുമ്പോൾ വാഹനത്തിൽ 1-ലധികം പേരുണ്ടായിരുന്നതായും വാഹനത്തിൽ നിന്ന് ചില സർക്കാർ ഉദ്യോഗസ്ഥരുടെന്ന് സംശയിക്കുന്ന ID കാർഡുകൾ കണ്ടെടുത്തിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്നാൽ ഈ തെളിവുകൾ വെച്ച് അന്വേഷണം നടത്താനോ വിവരങ്ങൾ കൈമാറാനോ പോലീസ് തയ്യാറാകുന്നില്ല. സഹോദരി മുകളിൽ കൂടെ കയറ്റി ഇറക്കി തിരിച്ച് പിന്നും ഫ്രണ്ട് എടുത്ത് ബൈക്കുമായിട്ട് ഇടിച്ച് തെറിച്ച് പോവുകയാണ് ചെയ്തത്. ഇരട്ടക്കുളത്തോ ഇവിടെ സ്ഥലത്തിട്ട് നാട്ടുകാർ ആണ് ഇവരെ പിടിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട്, പോലീസിനെ വിളിച്ച് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ട് പോലും ആ പ്രതികളെ അന്ന് ജാമ്യം കൊടുത്തു വിട്ട്. അന്വേഷണം ഒരു റിപ്പോർട്ടും നമുക്ക് വന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇത്രയും വാർത്തയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് പോലീസുകാർ ഇവിടെ വന്നായിരുന്നു. പിടിക്കുന്ന സമയത്ത്, നാട്ടുകാർ പിടിക്കുന്ന സമയത്ത് ആ വണ്ടി ഓട്ടിച്ചെന്ന് പറയുന്നതിന് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു, അത്ര ഇതിലായിരുന്നു. ആ ഇതിൽ ആണ് അവരെ പിടിച്ചിട്ട് 10 മിനിറ്റ് സ്റ്റേഷനിൽ കൊണ്ടുവരുത്തുന്ന മുമ്പ് തന്നെ അവർ രാഷ്ട്രീയക്കാരും ആൾക്കാരും എല്ലാം വന്ന് അവരെ കൊണ്ടുപോയെന്നാണ് നമുക്കറിയാൻ കിട്ടിയത്. അതിൻ്റെ അകത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 2-3 പേരുണ്ടായിരുന്നെന്നും അറിയാൻ കിട്ടി. അതുകൊണ്ടായിരിക്കും അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വാഹനം പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ടും ഞങ്ങൾക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ പോയി തെളിവ് കൊണ്ടുവന്നാൽ പ്രതികളെ പിടിക്കാമെന്ന നിരുത്തരവാദപരമായ മറുപടിയാണ് പോലീസ് നൽകുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു. യാതൊരു വിധമായിട്ടുള്ള ശ്രദ്ധയുമില്ലാതെ അമിത വേഗതയിൽ ഒരു ഉദാസീനമായിട്ടും വണ്ടി ഓട്ടിച്ചു കൊണ്ടുവന്ന് ഈ ബൈക്കിൽ ഇടിക്കുകയും ആ ഇടിച്ചതിന് ശേഷം ഭർത്താവും ബൈക്കും വണ്ടിയുടെ മുമ്പിലോട്ട് വീഴുകയും മരണപ്പെട്ട അംബിക വണ്ടിയുടെ റോഡിൻ്റെ ഇടത് സൈഡിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു, വണ്ടിയിൽ നിന്ന് തെറിച്ചു വീഴുകയും ചെയ്തു. ശേഷം ഈ വണ്ടിക്കടിയിൽ കിടന്നുകൊണ്ട് ഭർത്താവ് വളരെ ഉച്ചത്തിൽ
അതുപോലെ തന്നെ സൈഡിൽ നിന്നൊരു പയ്യനും ഓടി വന്ന് ഗ്ലാസ്സിൽ അടിച്ചിട്ട് പറഞ്ഞു വണ്ടി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ഈ റിവേഴ്സ് എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി മരണപ്പെടുകയുണ്ടായില്ല. അപ്പോൾ പിറകെ നിന്നൊരു പയ്യനും വിളിച്ചു പറയുന്നുണ്ട്, ദൃക്സാക്ഷികൾ പറഞ്ഞതാണ്. കേൾക്കാതെ വണ്ടി ഈ പെൺകുട്ടിയുടെ പിറകിലൂടെ ദേഹത്തൂടെ കയറ്റി ഇറക്കുകയും വണ്ടി ഒരു ശ്രദ്ധയുമില്ലാതെ മുമ്പ് നിന്നൊരു വണ്ടിയും കയറി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വളരെ റാഷ് ആൻഡ് നെഗ്ലിജൻ്റ് ആയിട്ട് വണ്ടി ഓട്ടിച്ചു പോവുകയും പാപ്പാല ജംഗ്ഷൻ വരെ ഈ വണ്ടിക്കടിയിൽ ഈ ബൈക്ക് ഉണ്ടായിരുന്നു. പാപ്പാല ജംഗ്ഷനിലെത്തിയിട്ടും ഒരു പോസ്റ്റിലിടിക്കുന്നു. അവിടെ ആ MC റോഡിനകത്ത് തന്നെ വളഞ്ഞു വരുന്നു. അവിടെ വെച്ചും എത്ര പേർക്ക് അപകടം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ പ്രതിയെ കിട്ടിയിട്ടില്ല, പ്രതി ഇന്ന ആളല്ല വണ്ടി ഓടിച്ചിരുന്നതെന്ന് ഒക്കെ പറയുന്നു. പക്ഷേ വണ്ടി നിർത്തിയിട്ടിരുന്ന സ്ഥലത്ത് കണ്ടവരെല്ലാം വണ്ടി ഓടിച്ച ആളിനെ കണ്ടിട്ടുണ്ട്. ആ വ്യക്തി ഇതുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. ബിക്കോസ് അതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നതെന്ന് ഞങ്ങൾ നാട്ടുകാർക്ക് അറിയണം. ഒരു വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്കിതിനകത്ത് ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ ഇടപെട്ടേ മതിയാവും. കാര്യം ഈ മരണപ്പെട്ട അംബികയ്ക്ക് 1.5 വയസ്സായ ഒരു മകനും 5 വയസ്സായ ഒരു മകൻ, 2 മക്കളാണുള്ളത്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ കരഞ്ഞ് നടക്കുകയാണ്. 1.5 വയസ്സായ മകൻ ഇപ്പോഴും റോഡിലേക്ക് കണ്ടുനിട്ട് ഇരിക്കുകയാണ്, എൻ്റെ അമ്മ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട്. ഉന്നതരായ ചില സർക്കാർ ഉദ്യോഗസ്ഥരെയും പ്രതികളെയും രക്ഷിക്കാൻ കിളിമാനൂർ പോലീസ് ബോധപൂർവ്വം കേസ് അട്ടിമറിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം. നിലവിൽ പോലീസ് അഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രതികൾക്കെതിരെ അഡ്യൂസ് ചെയ്തിരിക്കുന്ന സെക്ഷനുകൾ സാധാരണ അപകടം സംഭവിക്കുമ്പോൾ ഇടാറുള്ള സെക്ഷനുകൾ മാത്രം. BNS സെക്ഷൻ 106 ക്ലോസ് 2 സെക്ഷൻ അഡ്യൂസ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് ഹിറ്റ് ആൻഡ് റൺ. അത് പ്രകാരം ഈ BNS സെക്ഷൻ പ്രകാരം 10 വർഷം വരെ ഈ പ്രതികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കാവുന്ന ഒഫൻസുകൾ അഡ്യൂസ് ചെയ്തുകൊണ്ട് തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ന്യൂസ് ബ്യൂറോ, കിളിമാനൂർ.